നേരം വെളുപ്പിച്ച അള്ളാഹുവിനോട് സ്തുതി പറഞ്ഞ് നേരെ അടുക്കളയിലെത്തിട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ സൂര്യൻ ഉദിച്ച സമയത്താണ് എൻ്റെ നമസ്കാരം. നല്ല കേട്ടോ, നമസ്കാരം കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിലെത്തിയത്. അപ്പം ഞാൻ പിന്നെ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടോ. ചൂടുള്ള കട്ടൻ ചായ രാവിലെ കുടിക്കാൻ ഒരു നിർബന്ധമാണല്ലോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ ഫീലിംഗ് ഉണ്ടോയെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ഒരു പതിവുണ്ട്. അങ്ങനെയൊന്നും പിന്നെ തുടങ്ങി ഞാൻ സ്ഥിരമില്ല കേട്ടോ. സ്ഥിരമിട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുള്ളൂ. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് ചാനലാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഭയങ്കര വരുമാനം ഉണ്ടാക്കലാണെന്ന്. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, 1K ഒക്കെ അടിച്ചു. പക്ഷേ വാച്ച് അവർ മാത്രമേ കൂടാണ്ടായിരുന്നുള്ളൂ. പറഞ്ഞിട്ട് എന്താ കാര്യം, അത് പോയി. എന്ത് പറയാനാ, നമ്മുടെ തലവിധി. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചാലില്ലേ, നമ്മൾ കൈയും കാലിട്ട് അടിച്ച് ഉയർന്നു നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ചിലപ്പോൾ ഫ്ലോപ്പായി പോകും. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ക്യാമറ അല്ല, വോയിസ് റെഡിയല്ല, അങ്ങനെയൊക്കെ. എന്നാൽ ഒരു പാവപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ പറ്റ താന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വോയിസിൻ്റെ പ്രശ്നമില്ല, ക്യാമറയുടെ പ്രശ്നമില്ല, അവർക്കൊക്കെ ഒരുപാട് യൂസ് വരുന്നത് കാണാണ്ട്. നമുക്കൊന്നും യാതൊരു സപ്പോർട്ടും ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും കയ്യും കാലിട്ട് അടിച്ച് കയറി തന്നെ. അങ്ങനെ ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ആക്കിട്ടോ കുട്ടികളെ സ്കൂൾക്കൊക്കെ പറഞ്ഞയച്ച് ആ സമയം കൊണ്ട് ഉമ്മ കുട്ടിനെ കുളിപ്പിച്ച് നല്ല വൃത്തിക്ക് നല്ല കുട്ടപ്പത്തിയായി കടത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തിന്നും കുടിച്ചും പാത്രങ്ങളൊക്കെ കഴുകണ്ടു. തിന്നുമ്പോഴും കുടിച്ചുമ്പോഴും വെച്ചുണ്ടാക്കുമ്പോഴും ഞാൻ ഇത്രയും പാത്രങ്ങൾ കണ്ടിട്ടില്ല. എവിടുന്നോ ഇതൊക്കെ വന്നിക്കണം. ഓട്ടോറിക്ഷ വിളിച്ച് വന്ന മാതിരിയാണ് പാത്രങ്ങൾ അടുക്കളയിൽ എത്തിക്കണം കേട്ടോ. ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ഇട്ടോളി. ഇതുപോലെ യൂട്യൂബൊക്കെ തുടങ്ങി ഫ്ലോപ്പ് ആയവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളി കേട്ടോ. പിന്നെ ഞാൻ ചൂലും മുറൊക്കെ എടുത്ത് ഇറങ്ങിട്ടോ. കുട്ടികൾ സ്കൂളിൽ പോയാൽ പിന്നെ പെറുക്കാൻ തന്നെ നേരം ഉണ്ടാവുള്ളൂ. പെറുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെയും പെറുക്കാൻ തന്നെ കേട്ടോ. അടിച്ചു വരുമ്പോഴും പെറുക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ എന്താ ചൂലും നേരം വലിയ പൊരുത്തല്ല കേട്ടോ. കാരണം അടിച്ചു വരുമ്പോൾ മുതുവിൻ്റെ ഊപ്പാടളങ്ങും ഒരതിയിട്ടോ. യൂട്യൂബിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ കേട്ടോ. 1K സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയൊക്കെ കഴിഞ്ഞ ചാനലായി, എന്നാലും വലിയ പിടുത്തൊന്നും കിട്ടിയിട്ടില്ല. ഞാനൊരു കയ്യിൽ ഫോണും പിന്നെ ഒരു കയ്യിൽ വീട്ടിലത്തെ കുറച്ച് സാധനങ്ങളായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ട്. സക്സസ് ആവോ ഇല്ലയെന്നല്ല, പക്ഷെ എനിക്ക് സക്സസ് ആയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മമ്മീസ് എനർജീസ് മിൽക്ക് എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ. നിങ്ങളുടെ കളിയൊക്കെ ഉണ്ട്. അപ്പത്തിന് നമ്മളെ പാത്തും പെണ്ണ് നീച്ചിക്കുന്നുണ്ട്. അപ്പം നോളെ കാര്യം നോക്കട്ടെ. അപ്പൊ കേട്ടിട്ട്